പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം മാവേലിയോടൊപ്പം എന്ന പരിപാടിയായിട്ട് ഇപ്പം ഞാനും മഹാബലിയും നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് പല സ്ഥലങ്ങളിലായി പല ആൾക്കാരെയും കണ്ട് ഇങ്ങനെ ഓണാശംസകളൊക്കെ പറഞ്ഞ് അല്ലേ, അവരുടെ പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുള്ളത് കണ്ണപുരം ചൈനാക്ലേ റോഡിലുള്ള ഇവിടെ കണ്ണപുരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് മുന്നിലാണ്. നമ്മൾ നേരെ ബാങ്കിലോട്ട് പോവാം. ഓക്കെ, വാ. എല്ലാവർക്കും സുഖമല്ലേ? ഇത് തരുന്നു ഇവരൊന്നും വേണ്ട, വിഷമുണ്ട്. നമ്മൾ കണ്ണപുരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ മാനേജറും പ്രസിഡന്റും സ്ഥലത്തില്ല, നമ്മുടെ സെക്രട്ടറി ഉണ്ട്, മാഡം ഉണ്ട്, പിന്നെ കൂടെ ആൾക്കാരുണ്ട്. മാഡത്തിൻ്റെ പേര് സുനിത മാഡം. സുനിത മാഡം. സ്വന്തം സ്ഥലം എവിടെയാ? താമസം കുവേരി, ചപ്പാരിപ്പടവ്. അപ്പോൾ ഇവിടെ മാനേജറായിട്ട് എത്ര വർഷമായി? ഇവിടെ 3 വർഷം. 3 വർഷം. നമ്മുടെ സെക്രട്ടറിയുടെ പേര് ശിവദാസൻ, പ്രസിഡന്റ് പേര് ദിവാകരൻ. അവരൊക്കെ ഭയങ്കര തിരക്കിലായിട്ട് പോയതായിരിക്കും. മീറ്റിംഗിലുണ്ട്. മറ്റേ പേരെന്താ? നിമിഷ. ഓക്കെ. അപ്പോൾ നമ്മുടെ പിന്നെ ഓണമായി കഴിഞ്ഞാൽ മറ്റെന്ത് കാര്യമായി കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ്, അതായത് നമ്മുടെ ഇടനിലക്കാർ, നമ്മുടെ ഇടപാടുകാർ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്തൊക്കെയാണ്? ഇടപാടുകാർക്ക് നമ്മൾ അവർ ആവശ്യപ്പെടുത്തുന്ന ലോൺ കൊടുക്കും. പിന്നെ പലവിധ സർവീസുകളുണ്ട്. 2 ഓഡിറ്ററുണ്ട് ഇവിടെ. പിന്നെ ഡെപ്പോസിറ്റ് പരമാവധി നമ്മൾ നോക്കുന്നുണ്ട്. അതിന് കണക്കായിട്ട് നമ്മൾ 8.5 ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇടപാടുകാരിൽ എല്ലാ ആവശ്യങ്ങളും, സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം ബാങ്ക് വഴി നടത്തുന്നുണ്ട്. ഓണത്തിന്റെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഓണച്ചന്തയുണ്ട്. അതിന്റെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ വെച്ചിട്ടാണ് ഇവിടെ തന്നെ. അത് താഴത്തെ നിലയിൽ 10 ദിവസത്തെ ഓണച്ചന്തയാണ്. 4 ദിവസം 5 ദിവസം ഉണ്ടാവുക. ഓണത്തിന് 2 ദിവസം മുന്നേ തീർക്കും നമ്മൾ. എന്തായാലും ഓണമായാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയി കഴിഞ്ഞാലും മറ്റേത് തരം ആഘോഷമായി കഴിഞ്ഞാലും ജനങ്ങളുടെ ഉന്നമനം, അവരെ സഹായിക്കുക, അവർക്കൊരു സാന്ത്വനമായിട്ട് മാറുക എന്നുള്ളതാണ് ഒരു ബാങ്കിൻ്റെ കടമ എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കണ്ണപുരം സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരുപാട് ഓണച്ചന്തയ്ക്കുണ്ട്. അപ്പോൾ എല്ലാവരും വരിക, ബാങ്കുമായിട്ട് സഹകരിക്കുക, ഓണച്ചന്തയിലെ സാധനങ്ങളൊക്കെ വാങ്ങുക, ഓണം നന്നായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരിക്കൊന്നും പറയാനുണ്ട്. അപ്പം ഈ സഹകരണ സ്ഥാപനം എന്ന നിലയിൽ നമ്മളെ കുടുംബശ്രീ യൂണിറ്റിന് മുറ്റത്തൊരു മുല്ലാന്ന് എന്തോ അങ്ങനെ ഒരു പരിപാടിയിലൂടെ പരമാവധി സാമ്പത്തികം കൊടുക്കുന്നുണ്ട്. അവർക്ക് ചെറിയ ചെറിയ പലിശയ്ക്ക് ലോണായി. അത് ഈ കൊള്ളപ്പലിശക്കാരെ ഏകദേശം 100-110% ആ കൊള്ളപ്പലിശക്കാരെ ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് മഹാബലി പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താ മാഡത്തിന് പറയാനുണ്ട്? തീർച്ചയായും ഞാൻ യോജിക്കുന്നു. നമ്മളെ കുടുംബശ്രീയിലെ സാധാരണ വീട്ടമ്മമാരും ഇങ്ങനെ പണിക്ക് പോകാതെ അവർക്കെന്ന് വെച്ചാൽ സാമ്പത്തിക ആവശ്യത്തിനുള്ള കുടുംബശ്രീ വഴി നമ്മൾ പല ലോണുണ്ട്, ലിങ്കേജ് ലോണുണ്ട്. അവർക്ക് പെട്ടെന്ന് വായ്പ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു. എല്ലാവർക്കും ഓണാശംസ. കണ്ണൂർ വിഷന്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഓണാശംസ അറിയിക്കും.